ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 25 പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ. ഇന്നലെ രാത്രി 12 മണിക്കൊക്കെ പലരും പരസ്പരം ഫോൺ വിളിച്ച് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ദേവാലയത്തിലെ ഞങ്ങൾ സിസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചു. ഇന്നലെ ഓശാന തിരുനാളിൽ 1000 തവണ ഒരുപാട് മക്കൾ ഓശാന ഓശാന എന്ന് എഴുതി പ്രാർത്ഥിച്ചു. യേശുവേ, എന്നെ രക്ഷിക്കാൻ ഇപ്പോൾ വരണമേ, എന്നെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഒരു നിലവിളിയായിരുന്നു ഓശാന എന്ന പദം 1000 തവണ എഴുതിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ വലിയ ആഴ്ചയിലേക്ക് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് 50 ദിവസത്തെ നോയമ്പിൻ്റെ ഈ നോമ്പുകാലത്തെ വലിയ ആഴ്ചയിലേക്കാണ്. ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് തിങ്കളാഴ്ച മംഗളവാർത്ത കഴിഞ്ഞാൽ ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ തിരുനാളിൽ ലൂക്ക 1:26 മുതൽ 38 വരെയാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്. അതിൽ 3 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നതും എഴുതി പഠിക്കുന്നതും മനഃപ്പാഠമാക്കുന്നതും. ഒന്ന്, ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്ക 1:38. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ അമ്മയ്ക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയ്ക്ക് ഇത് മംഗളവാർത്തയല്ലായിരുന്നു ആ നിമിഷം. പക്ഷെ പിന്നീട് യേശു വളർന്ന് വലുതായി അമ്മയ്ക്ക് മനസ്സിലായി ഇത് മംഗളവാർത്തയാണെന്ന്. നമുക്ക് ഓരോരുത്തർക്കും ലോകം മുഴുവനും സ്വർഗത്തിനുമെല്ലാം രക്ഷകൻ്റെ അമ്മയായ ഒരു അമ്മയെ കിട്ടിയതിലുള്ള സന്തോഷമാണ് അന്ന് മുതൽ ഈ ഒരു വചനം. ഇതാ കർത്താവിൻ്റെ ദാസി, ലൂക്ക 1:38 അമ്മ പറഞ്ഞ നിമിഷം നമുക്കൊരു അമ്മയെ കിട്ടുകയായിരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളെയും ദൈവത്താൽ അയക്കപ്പെട്ട ദൂതൻ നമ്മെ നയിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ 3 വചനങ്ങളും മനസ്സിൽ രേഖപ്പെടുത്തുക, എഴുതി പഠിക്കുക, മനഃപ്പാഠമാക്കുക, ജീവിക്കുക, എപ്പോഴും ഉരുവിടുക. ആമേൻ. എല്ലാവർക്കും അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ കാർമൽ സിസ്റ്ററും കാർമൽ റൂഹ ടീം അംഗങ്ങളെ ചേർന്ന് നേരുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.